അങ്ങനെ നമ്മുടെ ഗോവർദ്ധനും ബാലചന്ദ്രൻ വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഗോവർദ്ധനോട്, നീ അവിടെ ചെന്നിട്ട് ഒന്നും പറയാൻ നിൽക്കണ്ട, നമ്മൾ എങ്ങടാ പോയത് ഒന്നും ആരോടും പറയാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട്. എന്തായാലും വരികയല്ലേ, കയറിയൊരു ചായ കുടിച്ചിട്ട് മറ്റേ കാറും കൊണ്ട് പോയിക്കോ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഗോവർദ്ധന ഉള്ളിലേക്ക് വരുന്നു. നമ്മൾ അലീനെ കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അവൻ അവളെ കാണുമ്പോൾ എന്തൊക്കെയോ ഒരു വിഷമം തോന്നുന്നുണ്ട്. എന്തായാലും നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അലീനോട് പോയി ഒരു ചായ എടുത്തിട്ട് വരാൻ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട്, എന്താ അച്ഛൻ ഇങ്ങനെ ക്ഷീണിച്ചെന്ന്, അത് ഈ 2-3 ദിവസത്തെ യാത്ര കൊണ്ടാവും, അതൊന്ന് കുളിച്ച് ഫ്രഷായ ശരിയായിക്കോളാം മോളെ, ഞാൻ ഒന്ന് പോയി കുളിക്കട്ടെ, നീ എന്തായാലും ഗോവർദ്ധന് ചായ കൊടുക്കാൻ പറയുന്നുണ്ട്. ഗോവർദ്ധന് ചായ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അലീനാണെങ്കിൽ ഉള്ളിൽ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കൃഷ്ണമോളും രോഹിത്തും ബബിതയും മാറി മാറി ഗോവർദ്ധനോട് ചോദിക്കേണ്ട എവിടേക്കാ പോയേ എങ്ങടാ പോയെന്നൊക്കെ ചോദിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ ഗോവർദ്ധനം പറയുന്നുണ്ട്, പ്ലീസ് എന്നോട് ഇതൊന്നും ചോദിക്കേണ്ട, ഒക്കെ ബാലേട്ടനോട് ചോദിച്ചാൽ മതി, എന്നോടൊന്നും ചോദിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ബബിത പറഞ്ഞിട്ടുണ്ടാവും, അച്ഛൻ ഏൽപ്പിച്ചിട്ടുണ്ടാവില്ല ഞങ്ങളോടൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ട്, അതല്ല അങ്കിളൊന്നും പറയാത്തേ പറയുമ്പോൾ അവൻ ഒന്നും ഉണ്ടാതിരിക്കേണ്ട. അപ്പോഴേക്കും നമ്മുടെ അലീനയാണെങ്കിൽ ചായയും കൊണ്ട് വരുന്നുണ്ട്. ചായ കൊടുക്കേണ്ട. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട്, മധുരം കുറവാണെങ്കിൽ അങ്കിൾ പറയണം കേട്ടോ, ഞാൻ അച്ഛൻ്റെ പാകത്തിന് അടുത്തണെന്ന് പറയുന്നുണ്ട്. ആ മധുരമൊക്കെ മതി, എനിക്ക് തന്നെ പാകൻ്റെ വീട്ടിൽ ഇതേ അളവിലാണ് ഞാൻ കുടിക്കലെന്ന് പറയുന്നുണ്ട്. എന്തായാലും ചായയൊക്കെ കുടിച്ചിട്ട് നമ്മുടെ ഗോവർദ്ധനം മടങ്ങുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കൃഷ്ണമോള് പറയുന്നുണ്ട്, ആ ചേച്ചിക്കുള്ള ഷെൽട്ടർ എന്തോ ശരിയായിരുന്നു, അതാണ് ഗോവർദ്ധനങ്ങൾ ഒന്നും മിണ്ടാത്ത, ആ എന്തുണ്ടെങ്കിലും നമുക്ക് അച്ഛൻ പറയില്ല മോളെ, പിന്നെ എന്തിനാ നമ്മൾ വേറെ ആൾക്കാരോട് ചോദിക്കണം, ഞാൻ എന്തായാലും അച്ഛനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കാമെന്ന് പറയുന്നത് നമ്മുടെ അലീന. എന്തായാലും എല്ലാവരും ഉള്ളിൽ പോകുന്നുണ്ട്. ഉള്ളിൽ പോയിട്ട് മോളിൽ ബാലചന്ദ്രൻ ഡ്രസ്സ് മാറ്റാൻ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ മനു വിളിക്കുന്ന സമയത്ത് മനുവിൻ്റെ ഫോൺ എടുത്തിട്ട് പറയേണ്ട, ആ മനു എന്ന് പറയേണ്ട, ആ അങ്കിൾ ഇപ്പോൾ എവിടെ ചോദിക്കട്ടെ, ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ എവിടെ കടപ്പാട്ടൂറാ ചോദിക്കട്ടെ, പിന്നെ അതല്ലടാ എൻ്റെ വീട്, അങ്കിൾ ഇപ്പോൾ എവിടേക്കാണ് പോയെന്ന് പറയുമ്പോൾ ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല എന്ന് പറയുമ്പോൾ അങ്കിൾ എവിടേക്കാണ് പോയതൊക്കെ ഞാൻ അറിഞ്ഞു, അങ്കിൾ നേരെ ചെന്നത് കുളത്തൂർ പുഴയ്ക്കല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ബാലചന്ദ്രൻ. ആ സമയത്ത് നമ്മുടെ മനു പറയുന്നുണ്ട്, ഇവിടേക്ക് വലിയച്ഛൻ വന്നിട്ടുണ്ട്, വലിയച്ഛനാണ് എല്ലാം പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും അങ്കിൾ സ്റ്റാൻലി ജോസഫിനെ കണ്ടോ ചോദിക്കുന്നുണ്ട്. ആ കണ്ടു, സംസാരിച്ചു പോന്നു, എന്താ അലീനെക്കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല, വിളിക്കാമെന്നാ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മനുവിനോട് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും നീ അലീനോട് ഇതൊന്നും പറയാൻ നിൽക്കണ്ട, അവൾക്ക് ഇനി അച്ഛൻ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ വിഷമം കൂടി അവൾക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇപ്പോൾ നീ അവളോടൊന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ ഞാൻ ആരോടൊന്നും പറയാൻ നിൽക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും നമ്മുടെ രേവതി കുട്ടിക്ക് വല്ലാത്ത വിഷമമായിട്ട് നിൽക്കുന്നുണ്ട്. രേവതി കുട്ടി ഒരു പണിയും ചെയ്യാതെ നിൽക്കുന്നുണ്ട്. ഗ്രേസിയമ്മ പറയുന്നത് എന്താ നിനക്ക് പറ്റിയ പോകുമ്പോൾ, ആൻറ്റി അവർ പോയിട്ട് എനിക്ക് എന്താണെന്നറിയില്ല, വല്ലാത്തൊരു വിഷമം, നന്ദി അവരൊന്ന് വിളിച്ചു നോക്ക് പറയുന്നത്. എന്തായാലും അവരെ വിളിക്കുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ അലീനയും കൃഷ്ണമോളും ചായട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. കൃഷ്ണമോളോട് പറയേണ്ട അലീന പോയി ഫോൺ എടുത്തിട്ട് പോയി ആരും അടിക്കുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണമോൾ എടുക്കുന്നുണ്ട്. കൃഷ്ണമോളോട് സംസാരിക്കുന്നുണ്ട്, നമ്മുടെ അലീനോട് സംസാരിക്കുന്നുണ്ട്. അവസാനം ഫോൺ കട്ടാക്കണ സമയത്ത് നമ്മുടെ രേവതി കുട്ടി വീരനോട് അന്വേഷണം പറയാൻ പറയേണ്ട. ആ സമയത്ത് നമ്മുടെ കൃഷ്ണമോൾ പറയേണ്ട, അങ്ങനെ ഞങ്ങൾ മെസ്സേജ് പാസ്സാക്കാറില്ല, ഞാൻ നേരിട്ട് ഫോൺ കൊണ്ടുപോയി കൊടുക്കാൻ പറയുമ്പോൾ കൊടുക്കുന്നുണ്ട്. എന്തായാലും നേരിട്ടിട്ട് രോഹിത്തേട്ടാ അതാ ഫോൺ എന്ന് പറയുമ്പോൾ ഫോൺ വന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, എവിടെ വീര, ഞാൻ ഇവിടെ ഉണ്ട് മരം കൊത്തിയേ പറയുന്നുണ്ട്, നീ അവരെയൊക്കെ സേഫായി എത്തിച്ചില്ലേ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് പറയുമ്പോൾ, ഞാൻ എല്ലാവരെയും സേഫായി എത്തിച്ചു എന്ന് പറയുന്നുണ്ട്. എന്തായാലും സെക്കൻഡ് സെമ്മിനുള്ളത് പഠിക്കാൻ പറയുന്നുണ്ട്. ഞാൻ പഠിച്ചോളാമേ എന്ന് പറയുന്നുണ്ട് രോഹിത്ത്, ഞാൻ നിന്നെ വിളിക്കാമെന്ന് പറയുന്നുണ്ട് രേവതി കുട്ടിയോട്, ആ ഒഴിവുണ്ടെങ്കിൽ വിളിക്കുക എന്ന് പറഞ്ഞ് രണ്ടാളും ഫോണാണ് കട്ടാക്കുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും നമ്മുടെ അലീന ചായയും കൊണ്ട് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ബാലചന്ദ്രൻ്റെ വാതിൽ മുട്ടണ സമയത്ത് തുറക്കുന്നുണ്ട്. ഇപ്പം അച്ഛൻ ഉഷാറായി, ഒന്ന് കുളിച്ചപ്പോൾ അച്ഛൻ സൂപ്പറായി എന്ന് പറയുമ്പോൾ ആ ഉള്ളിലേക്ക് വായോ എന്ന് പറഞ്ഞിട്ട് ചായം കൊണ്ട് ഉള്ളിലേക്ക് പോണ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നത്, നിനക്ക് വേണ്ടി ഞാൻ കുറേ അലഞ്ഞു, അവസാനം ഒരു സ്ഥലം കണ്ടെത്തി, അത് വലിയ ഒരു എസ്റ്റേറ്റാണ്, എസ്റ്റേറ്റിൻ്റെ ഉള്ള ഒരു വീടാണ്, കുറേ പണിക്കാരൊക്കെ ഉണ്ട്, ഇത്രയും പണിക്കാരുടെ അടുത്തേക്ക് ഞാൻ എന്തിനാച്ചാ പോണത് എന്ന് പറയുമ്പോൾ, ഞാൻ വെറുതെ വലിയ അവിടെ അച്ഛൻ എന്നെ പണിക്കാർ ആവശ്യമില്ലാത്തടത്തേക്ക് ഉന്തി പറഞ്ഞയക്കുക പറയുമ്പോൾ, ഞാൻ അങ്ങനെ നിന്നെ ദരിദ്രവാസികളുടെ അടുത്തേക്ക് പറഞ്ഞയക്കുമോ, ഞാൻ നിന്നെ നല്ല സ്ഥലത്ത് തന്നെ കൊണ്ടാക്കിയാൽ നീ വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ അയാൾക്ക് ഇങ്ങോട്ട് വിളിക്കണം, നിന്നെ വേണോ വേണ്ടേന്ന് അറിഞ്ഞ് വിളിച്ചാൽ മാത്രമേ നിന്നെ ഞാൻ പറഞ്ഞയക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട്. എന്തായാലും എനിക്ക് അങ്ങോട്ട് പോകണം, എനിക്ക് അത്ര കേട്ടിട്ട് നല്ല സുഖം തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ, നീ പേടിക്കാതിരിക്കുക, അവിടെ പെട്ടാൽ നിൻ്റെ ഭാഗ്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അലീനയാണ് പിന്നെയും ചോദിക്കുന്നുണ്ട്, അവിടെ ഫാമിലിയൊക്കെ ഉണ്ടോ വെച്ചാന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ അതൊന്നും ചോദിച്ചില്ല മോളെ, എന്തായാലും നോക്കാം, നമുക്ക് അയാൾ വിളിക്കുമോ നോക്കാമെന്ന് പറയുന്നുണ്ട്. അലീന അങ്ങനെ ആലോചിച്ച് നിൽക്കേണ്ടത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.